നമസ്കാരം. ഇതൊരു സ്പെഷ്യൽ വീഡിയോയാണ്. വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. അതുകൊണ്ട് മുഴുവൻ കേട്ടിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് 4 തവണ വായിക്കുക. അപ്പോൾ ഇതിൻ്റെ ഗൗരവം നമുക്കെല്ലാം മനസ്സിലാകും. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരികയാണ്. ജില്ലാ പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഉള്ള സ്ഥാനാർത്ഥികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ചില നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് അവരുടെ മുന്നിൽ വയ്ക്കാൻ കഴിയണം. അവർ സാധാരണ നോട്ടീസിൽ നമുക്ക് തരുന്ന ചില നിർദ്ദേശങ്ങൾ വായിച്ച് നമ്മൾ വീട്ടിലിരുന്ന് അവർക്ക് പോയി വോട്ട് ചെയ്യുകയാണ്. ഈ അവസ്ഥയിൽ നിന്ന് മാറി നമ്മൾ ചില നിർദ്ദേശങ്ങൾ അവർക്ക് വയ്ക്കണം. അതെല്ലാം സാധിപ്പിച്ച് തരുമെങ്കിൽ മാത്രമേ ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് തരികയുള്ളൂ എന്ന് പറയാനുള്ള ധൈര്യവും തൻ്റെ ഇടവും ആർജവും അറിവും ഒക്കെ നമ്മളൊന്ന് കരസ്ഥമാക്കണം. ഇത് അവസാനത്തെ അവസരം രക്ഷപ്പെടാൻ, നശിച്ച് നാരായണക്കല്ലായ ഈ ഒരു സംസ്ഥാനത്തെ രക്ഷിക്കാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾക്ക് യാതൊരു ചെലവുമില്ലാതെ കഴിയും. അതിനായിട്ടുള്ള 90 പദ്ധതികളാണ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിരിക്കുന്നത്. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങളെല്ലാവരും ഒന്ന് വായിക്കണം. അത് പരമാവധി ഒന്ന് ഷെയർ ചെയ്യുകയും വേണം. എന്നിട്ട് ഓരോ സ്ഥാനാർത്ഥിക്കും, നിങ്ങൾ നാട്ടിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും അവർക്കെല്ലാം ഈ സന്ദേശം അയച്ചു കൊടുക്കണം. ഇതിൽ എത്ര എണ്ണം നിങ്ങൾ നടപ്പാക്കാൻ തയ്യാറാണ് എന്ന് ചോദിക്കണം. അവർക്കതിനുള്ള അറിവോ കഴിവോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. എല്ലാറ്റിനും വ്യക്തമായ പദ്ധതികൾ തയ്യാറാക്കിയിട്ടാണ് നമ്മൾ ഈ 90 പദ്ധതികളും അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അടുത്ത 5 വർഷം കൊണ്ട് കേരളത്തെ സുഖസുന്ദരവും സമ്പന്നവും സൗന്ദര്യവുമുള്ള ടൂറിസ്റ്റുകൾ തെരഞ്ഞു വരുന്ന ഒരു സ്ഥലമാക്കി മാറ്റാനൊക്കെ നമുക്ക് ഇതുവഴി കഴിയും. അപ്പോൾ നമ്മുടെ അടുത്താണ് നമ്മുടെ ഭാവി ഇരിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഇവരൊക്കെ നാളെ നമ്മളോട് പറയും, നിങ്ങളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ, ചെയ്യുമായിരുന്നല്ലോ, പറഞ്ഞില്ലല്ലോ എന്ന് പറയാനുള്ള അവസരം ഈ ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കും ഉണ്ടാക്കി വെക്കരുത്. അതുകൊണ്ട് നിങ്ങളെല്ലാം തന്നെ മുൻകൈ എടുത്ത് ഇത് നാട് നിങ്ങളെ എത്തിക്കണം. നാട്ടുകാർക്കൊരു ബോധമുണ്ടാക്കണം. അതുവഴി സ്ഥാനാർത്ഥികൾക്ക് ഒരു ബോധമുണ്ടാകും. അപ്പോഴാണ് തനിക്ക് കിട്ടിയ അധികാരം നാടിനു വേണ്ടി ഒരല്പമെങ്കിലും ഉപയോഗിക്കാമെന്ന് ഇവരെല്ലാം ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളൊന്ന് ഒച്ച വയ്ക്കുക, നമ്മളൊന്ന് ഉണരുക. അപ്പോൾ അവർ തിരുത്തപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് സമർപ്പിക്കുന്നത്. 90 പദ്ധതികളുണ്ട്, നിഷ്പ്രയാസം നടപ്പാക്കാവുന്നതാണ്. നമ്മുടെ ജനജീവിതം സുഖസുന്ദരമായി മാറും. ഇത്രയേ ഇതിനെക്കുറിച്ച് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വായിക്കുക. അതിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് എന്നെ വിളിക്കാം. ഏത് തരം സഹായങ്ങളും ജീവനം ചാരിറ്റബിൾ ട്രസ്റ്റ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ആ ഒരു വാക്ക് തന്നുകൊണ്ട് ഈ കൊച്ചു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ, നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ, നമ്മളെ കേരളം സുന്ദരമാവട്ടെ പ്രാർത്ഥിക്കുന്നു.